അപമാനിച്ചിറക്കി വിട്ടാൽ എം.പി സ്ഥാനവും രാജിവെക്കുമെന്ന കെ സുധാകരന്റെ കടുത്ത നിലപാടിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ നിർണായക തീരുമാനം. പ്രവർത്തക സമിതി അംഗങ്ങളായ എ.കെ. ആന്റണിയുടെയും ശശി തരൂരിന്റെയും രമേശ് ചെന്നിത്തലയുടെയും പരസ്യ പിന്തുണ ഉറപ്പാക്കിയായിരുന്നു സുധാകരന്റെ നീക്കങ്ങൾ. മുല്ലപ്പള്ളിയും സുധീരനും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരും അനുകൂല നിലപാടെടുത്തതോടെ സുധാകരന് കാര്യങ്ങൾ എളുപ്പമായി. കെ.പി.സി.സി പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മാറ്റം വേണമെന്ന് ആരും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. മാറ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ്, ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റിക്കൊണ്ടുള്ള സമഗ്ര അഴിച്ചുപണി വേണമെന്ന വി.ഡി. സതീശന്റെയും ഒപ്പമുള്ള നേതാക്കളുടെയും ആവശ്യം ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റിയാൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന ആവശ്യം സുധാകരൻ പക്ഷം കടുപ്പിച്ചതോടെ അനിഷ്ടത്തോടെയെങ്കിലും നിലപാട് മയപ്പെടുത്താൻ സതീശനും നിർബന്ധിതനായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തൽസ്ഥിതി തുടരാനും പുനഃസംഘടനാ നടപടികളുമായി മുമ്പോട്ടു പോകാനുമാണ് കെ സുധാകരന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാത്ത കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരെയും ഡി.സി.സി അധ്യക്ഷന്മാരെയും പദവികളിൽ നിന്ന് നീക്കും. ഒഴിവുവന്ന കെ.പി.സി.സി ട്രഷറർ പദവിയിലേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ എൻ സുബ്രഹ്മണ്യനെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. തൃശൂരിൽ ടി.യു. രാധാകൃഷ്ണൻ, അനിൽ അക്കര, ജോസ് വള്ളൂർ തുടങ്ങിയവരുടെ പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട്. ഡി.സി.സി ട്രഷററുടെ ആത്മഹത്യയെ തുടർന്ന് ആരോപണ വിധേയനായ വയനാട് ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചനും സ്ഥാനം നഷ്ടമാകുമെന്നാണ് വിവരം. തലപ്പത്ത് തൽസ്ഥിതി തുടർന്ന് താഴെത്തട്ടിലെ അഴിച്ചുപണിയിലൂടെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ സജ്ജമാക്കാനാകുമെന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.